നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 7-ാം തീയതി തിങ്കൾ, മിഥുനം 23. എല്ലാ കണ്ണുകളും ഇന്ന് ഹൈക്കോടതിയിലേക്കാണ്. കേരള സർവകലാശാല രജിസ്ട്രാറെ VC സസ്പെൻഡ് ചെയ്തതിനെതിരായ ഹർജി ഇന്ന് ഹൈക്കോടതിയിലേക്ക് വരികയാണ്. സിൻഡിക്കേറ്റും അതുപോലെ VCയും രണ്ട് തട്ടിൽ നിൽക്കെ കോടതി എന്ത് തീരുമാനമായിരിക്കും ആ വിഷയത്തിൽ എടുക്കുക എന്നുള്ളത് നിർണായകമാണ്, ശ്രദ്ധേയമാണ്. അതടക്കം വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ കാത്തിരിക്കുന്നുണ്ട് വരുന്ന മണിക്കൂറുകളിൽ. മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കൂടുതൽ വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. കേരള സർവകലാശാല രജിസ്ട്രാറെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും മറുപടി സത്യവാങ്മൂലം നൽകും. രജിസ്ട്രാറായി ഡോക്ടർ KS അനിൽകുമാർ വീണ്ടും ചുമതലയേറ്റതിൽ താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് അതൃപ്തി അറിയിച്ചു. ജോയിന്റ് രജിസ്ട്രാറോട് സിസ തോമസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മേഘ്ന മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മേഘ്ന, ഒരു അസാധാരണമായ തർക്കമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അത് കോടതിക്ക് മുന്നിലാണ് ഇനി ആ വിഷയം വരുന്നത്. സിൻഡിക്കേറ്റും VCയും രണ്ട് നിലപാടിൽ നിൽക്കെ കോടതി ഇന്ന് ആ വിഷയം പരിഗണിക്കാൻ പോകുന്നു. എന്തായിരിക്കും കോടതി ചൂണ്ടിക്കാട്ടുക എന്നത് പ്രധാനമാണ് ഈ തർക്കത്തിനിടയിൽ. ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? VCയുടെ നീക്കം, സിൻഡിക്കേറ്റിന്റെ നീക്കം, മേഘ്ന. ഗുഡ് മോർണിംഗ് സ്മിത. റീജിത്ത് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അത് ഒരു ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ വിവാദമാണ്. അതിനുശേഷം ഇന്ന് വരെ സർവകലാശാല ആസ്ഥാനം കാണുന്നത് നാടകീയ രംഗങ്ങളാണ്. അതിൽ ഇന്നലെയും അതിന് അയവുണ്ടായില്ല എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും രജിസ്ട്രാറും VC ഇൻചാർജ് ഡോക്ടർ സിസ തോമസുമുള്ള തർക്കം തുടരുന്നു. അതിൽ അവരുടെ ഒരു പോര് തുടരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ കേസ് കോടതിയിൽ എത്തുകയും ചെയ്യുന്നത്. അതിൽ പ്രധാനമായും ഇന്നലെ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ഈ രജിസ്ട്രാറുടെ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചതാണ്. പക്ഷേ ഇന്നലെ വൈകി ഡോക്ടർ സിസ തോമസ് VC ഇൻചാർജിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് താൻ ഈ വിവരം അറിഞ്ഞത് മാധ്യമ വാർത്തകളിലൂടെ മാത്രമാണ് എന്നുള്ളതാണ്. അതിലൊരു അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ജോയിന്റ് രജിസ്ട്രാറോട് ഒരു വിശദീകരണം തേടുന്നു. കാരണം ഈ സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചത്. പക്ഷേ ഇത് നിയമസാധുത ഇല്ലാത്തതാണ്. അനധികൃതമായി ചേർന്ന ഒരു യോഗത്തിൽ, അതായത് താൻ അധ്യക്ഷനായി ഒരു സിൻഡിക്കേറ്റ് യോഗം ചേരുന്നു, അത് പിരിച്ചുവിട്ടതായി താൻ അറിയിക്കുന്നു. അതിനുശേഷം ജോയിന്റ് രജിസ്ട്രാറുടെ അധ്യക്ഷതയിലാണ് ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നത്. അതിന് നിയമസാധുതയില്ല, അനധികൃതമാണ് എന്നുള്ളതാണ് VC ഇൻചാർജായിട്ടുള്ള ഡോക്ടർ സിസ തോമസ് വാദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ജോയിന്റ് രജിസ്ട്രാർക്ക് ഇന്നൊരു വിശദീകരണം, ഇന്ന് 9 മണിക്ക് മുന്നായി ഈ രജിസ്ട്രാറുടെ ചുമതലയേറ്റതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം തേടുകയും ചെയ്യുന്നത്. അതിൽ ഈ വിശദീകരണം തേടുന്നതിനോടൊപ്പം പറയുന്നത് എന്തുകൊണ്ട് ഇത്തരം ഒരു തീരുമാനം ഈ സിൻഡിക്കേറ്റ് യോഗത്തിലുണ്ടായി. കാരണം അത് പിരിച്ചുവിട്ടതിന് ശേഷവും അവിടെ യോഗം തുടരാനുള്ള ഒരു അനുമതി ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ യോഗം തുടർന്നാണ് ഈ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്, സസ്പെൻഷൻ പിൻവലിച്ചത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ രജിസ്ട്രാർ സർവകലാശാലയിലെത്തി ഈ വീണ്ടും ചുമതല ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ സർവകലാശാല ആസ്ഥാനത്തേക്ക് ജോയിന്റ് രജിസ്ട്രാർ എത്തുകയും ചെയ്യും. അതിനിടയിലാണ് ഇത്തരത്തിൽ VC വീണ്ടും അതൃപ്തി രേഖപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ കോടതിയും ഇത്തരത്തിൽ ഈ ഒരു നേരത്തെ തന്നെ രജിസ്ട്രാർ ഇത്തരത്തിൽ ഈ ഒരു സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹർജി ഡോക്ടർ KS അനിൽകുമാർ ഇന്ന് പിൻവലിക്കും. അതിനുശേഷവും ഈ കേസ് പരിഗണിക്കണമോ എന്നുള്ളത് കോടതിയുടെ വിവേചനാധികാരമാണ്. അങ്ങനെ കേസ് പരിഗണിക്കുകയാണെങ്കിൽ സിൻഡിക്കേറ്റ് ഇത്തരത്തിൽ ഈ സസ്പെൻഷൻ പിൻവലിച്ചതായിട്ടുള്ളൊരു തീരുമാനം കോടതിയെ അറിയിക്കും. അതുപോലെ തന്നെ ഡോക്ടർ സിസ തോമസ് ഒരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. ഇതിൽ സിസ തോമസ് വാദിക്കാൻ പോകുന്നതും ഈ സസ്പെൻഷൻ പിൻവലിച്ചത് നിയമസാധുതയില്ലാതെ, അല്ലെങ്കിൽ താൻ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല, അതിനുശേഷം യോഗം പിരിച്ചുവിട്ടതിന് ശേഷമാണ് ഈ തീരുമാനങ്ങൾ, സസ്പെൻഷൻ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് ഡോക്ടർ സിസ തോമസ് കോടതിയിൽ വാദിക്കാൻ പോകുന്നത്. അങ്ങനെ ഇതിൽ ഇന്ന് കേസ് പരിഗണിക്കണമോ വേണ്ടയോ എന്നുള്ളത് കോടതിയുടെ വിവേചനാധികാരമാണ്. കാരണം ഈ സസ്പെൻഷൻ പിൻവലിച്ചതോടുകൂടി തന്നെ ഡോക്ടർ KS അനിൽകുമാർ ഈ ഹർജി പിൻവലിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. എന്തായാലും മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഇപ്പോൾ ഈ സസ്പെൻഷൻ പിൻവലിച്ച സ്ഥിതിക്ക് ഇന്ന് രജിസ്ട്രാർ ജോലിക്ക് എത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ എത്തിയാൽ അത് തടയാനുള്ള ചില തീരുമാനങ്ങൾ അത് വിദ്യാർത്ഥി സംഘടനയായ ABVPയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് അതേക്കുറിച്ച് വിവരങ്ങളുണ്ടോ?
രശ്മിത, അങ്ങനെ തന്നെയാണ്. അത് ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ തീരുമാനം ഉണ്ടായ ഉടനെ തന്നെ രജിസ്ട്രാർ സർവകലാശാലയിൽ എത്തി വീണ്ടും ജോയിൻ ചെയ്തതാണ്. അതിനുശേഷം ഇന്ന് വീണ്ടും ജോലിയിലേക്ക് രജിസ്ട്രാർ എത്തുമെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ എത്തുകയാണെങ്കിൽ അത് ABVPയുടെ അടക്കം വലിയ പ്രതിഷേധങ്ങൾ സർവകലാശാലയിൽ രജിസ്ട്രാർക്കെതിരെ ഉണ്ടാകുമെന്നുള്ളതാണ്. നേരത്തെ ഈ ഭരണാനുകൂല സംഘടനകൾ VC-ക്കെതിരെയും ഗവർണർക്കെതിരെയും വലിയ തരത്തിൽ പ്രതിഷേധം സർവകലാശാല ആസ്ഥാനത്ത് അഴിച്ചുവിട്ടതാണ്. അതിന് തുടർച്ചയായി തന്നെ ഇപ്പോൾ വീണ്ടും രജിസ്ട്രാർ സർവകലാശാലയിലേക്ക് എത്തുമ്പോൾ ABVP പ്രതിഷേധങ്ങളടക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ വലിയ തരത്തിൽ ഈ രജിസ്ട്രാർ ചട്ടലംഘനം നടത്തി, അതുപോലെ തന്നെ ഗവർണറോട് ഈ സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിലടക്കം അനാദരവ് കാട്ടി. കൂടാതെ ഈ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള അധികാരം VC-ക്ക് ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ VC ഇൻചാർജ് അടക്കമുള്ളവർ, ഗവർണർ അടക്കമുള്ളവർ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ABVP പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും. കാരണം ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ സസ്പെൻഷൻ ഉത്തരവ് പിൻവലിച്ചത് നിയമവിരുദ്ധം തന്നെയാണ്, അതിനെ എതിർക്കുമെന്നുള്ളത് തന്നെയാണ് ABVP അടക്കമുള്ളവർ പറയുന്നത്. അങ്ങനെ രാവിലെ KS അനിൽകുമാർ സർവകലാശാലയിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതിഷേധത്തിനും ABVP പ്രതിഷേധത്തിനടക്കം സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭരണാനുകൂല സംഘടനകൾ, അത് SFI അടക്കമുള്ളവർ ഈ VC-ക്കെതിരെയും, കാരണം VC ഒരു കാവ്യവൽക്കരിക്കാൻ, സർവകലാശാലയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് SFI അടക്കമുള്ള ഭരണാനുകൂല സംഘടനകൾ VC-ക്കെതിരെയും ഒരു പ്രതിഷേധവുമായി രംഗത്തെത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും സസ്പെൻഷൻ നടപടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് VC-യുടെ വാദം. ആ സസ്പെൻഷൻ നടപടി റദ്ദാക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനില്ല. ആ യോഗം പിരിച്ചുവിട്ടതോടുകൂടി അവിടെ പിന്നീട് നടന്നത് സിൻഡിക്കേറ്റിലെ തീരുമാനമല്ല അത് എന്ന നിലപാടിലാണ് VC നിൽക്കുന്നത്. രജിസ്ട്രാറായി ഡോക്ടർ KS അനിൽകുമാർ വീണ്ടും ചുമതലയേൽക്കുമ്പോൾ വലിയ പ്രതിഷേധത്തിനും ഇന്ന് സാധ്യതയുണ്ട്. മേഘനാമുരളി തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുള്ള അപകടത്തിൽ ആരോഗ്യവകുപ്പിനെതിരെയും മന്ത്രി വീണ ജോർജിനെതിരെയും പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷ സംഘടനകൾ. വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്തു നിന്ന് വിവരങ്ങളുമായി. ടോബി, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പ്രതിഷേധങ്ങൾ, അത് വലിയ പ്രതിഷേധങ്ങൾ, തെരുവുയുദ്ധത്തിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ഏത് രീതിയിലാണ് പ്രതിഷേധം ഉണ്ടാകുക? കൂടുതൽ വിവരങ്ങൾ. സ്മിത TK, ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. മഹിളാ കോൺഗ്രസ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. അതുപോലെ തന്നെ BJPയുടെ പ്രതിഷേധവും സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്നുണ്ട്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബിന്ദുവിന്റെ മകൾ നവമിയെ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നുണ്ട്, തുടർ ചികിത്സകൾക്ക് വേണ്ടി മാറ്റുന്നുണ്ട്. രാവിലെ തന്നെ അതിനുള്ള നടപടികൾ ഉണ്ടാകും. അങ്ങനെ ആ സമയത്ത് ഈ ബിന്ദുവിന്റെ മകളെ വന്ന് സന്ദർശിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം BJPയുടെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് ഉണ്ടാകുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിലാണ് കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി തുടങ്ങിയ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ തന്നെയാണ് നടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കോൺഗ്രസും സമാനമായ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ആ പ്രതിഷേധങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് കൂടി നമ്മൾ കണ്ടതാണ്. ആരോഗ്യമന്ത്രിയുടെ രാജി തന്നെയാണ് പ്രതിപക്ഷ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ നടത്തുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയേക്കും. അത് പ്രകാരമായിരിക്കും ഒരു നടപടി അല്ലെങ്കിൽ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നത് സംബന്ധിച്ചുള്ള ഒരു വിവരം പുറത്തു വരിക. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിഷേധങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ബിന്ദുവിന്റെ മകൾ നവമിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സകൾക്ക് വേണ്ടി കൊണ്ടുവരും. കഴിഞ്ഞ ജൂലൈ 1-ാം തീയതിയാണ് ബിന്ദുവും മകളും ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്നത്. അതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും പൂർണ്ണമായി ഈ ചികിത്സ പൂർണ്ണമായും ഏറ്റെടുക്കാൻ കോട്ടയം മെഡിക്കൽ കോളേജും സർക്കാരും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ആരോഗ്യമന്ത്രി നേരിട്ട് അവരുടെ വീട്ടിലെത്തി സന്ദർശിച്ച് എല്ലാ ഉറപ്പുകളും നൽകിയിരുന്നു. എന്നാൽ അതുമാത്രം പോരാ, എല്ലാ പിന്തുണയും, ജോലി അടക്കമുള്ള കാര്യങ്ങൾ നൽകണമെന്നൊരു ആവശ്യവും ഒപ്പം തന്നെ മന്ത്രിയുടെ രാജി ആവശ്യവുമാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായിട്ടും. ശരി, മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം ഇന്നും തുടരും. അതിനിടയിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം അപകടവുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുകയാണ്. 2 ദിവസത്തിനകം തന്നെ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുകയും ചെയ്യും. ടോബി ജോൺസൺ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കോട്ടയത്ത് നിന്ന്. അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയത്തിൽ മരണം 80ആയി. മരിച്ചവരിൽ 28 കുട്ടികളും 10 കുട്ടികളെ കാണാതായെന്നാണ് വിവരം. മേഖലയിൽ ഇനിയും പ്രളയമുണ്ടായേക്കാമെന്ന് ടെക്സസ് ഗവർണർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, മരണസംഖ്യ ഉയരുന്നു, മരിച്ചവരിൽ 28 പേർ കുട്ടികളാണ് എന്ന വിവരം പുറത്തുവരുന്നു. എന്താണ് ഈ മിന്നൽ പ്രളയവുമായി ബന്ധപ്പെട്ട്, അതുണ്ടാക്കിയിരിക്കുന്ന ആഘാതവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ? മധു കൊട്ടാരക്കര.
എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 81 പേർ മരിച്ചതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഇതിൽ 28ഓളം കുട്ടികളാണ്. അത് ഇപ്പോഴും 41 പേര് കാണാതെ അവർക്കായിട്ടുള്ള തെരച്ചിൽ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മരിച്ചവരിൽ 28ഓളം പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ മേഖലയിൽ വീണ്ടും കാലാവസ്ഥ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. ഈ നദി ഗുഡലിപ്പൂർ നദി ഇനിയും കരകവിഞ്ഞൊഴുകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഇരുഭാഗത്തുമുള്ളവർ അവിടെ നിന്ന് മാറി നിൽക്കണമെന്നുള്ള മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഗവർണർ ഗ്രെഗ് അബോട്ടിന്റെ നേതൃത്വത്തിൽ ഒരു വലിയൊരു സംഘം ഈ തെരച്ചിൽ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ന്യൂജേഴ്സിയിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം സംഭവ സ്ഥലം സന്ദർശിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെഡറൽ ഡിസാസ്റ്റർ ആയിട്ട് ഇത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് കൂടുതൽ കാര്യങ്ങൾ നിയമത്തിന്റെ കുരുക്കിൽ പെടാതെ തന്നെ കൂടുതൽ സഹായം എത്തിക്കാനും ഒക്കെ സാധിക്കും. തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീജിത്ത്. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനിയും മിന്നൽ പ്രളയമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നിലവിലുണ്ട്. അത് ടെക്സസ് ഗവർണർ അക്കാര്യം അറിയിച്ചിട്ടുമുണ്ട്. ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾക്ക് ഖത്തറിൽ തുടക്കമായി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് തിരിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നെതന്യാഹു കൂടിക്കാഴ്ച നടത്തും. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. മെറിൻ, ഗുഡ് മോർണിംഗ്. മെറിൻ, ഏതായാലും ആശ്വാസകരമായ ഒരു വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? എത്രയോ നാളുകളായി. ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് റിജിത്ത്. 21 മാസമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഒരു അവസാനമാകും, അല്ലെങ്കിൽ താൽക്കാലിക വിരാമമാകുമെന്നുള്ള ഒരു പ്രതീക്ഷകളാണ് ലോകത്തിനിപ്പോൾ ഉള്ളത്. കാരണം ഇപ്പോൾ ഇവർ തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് ഖത്തറിൽ ഇപ്പോൾ തുടക്കമായിരിക്കുന്നു. നേരത്തെ തന്നെ ഈ ഒരു ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ചർച്ചകൾ എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി അമേരിക്കയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇത് 3ാം തവണ ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം, 2ാം തവണ അധികാരത്തിലെത്തിയ ശേഷം ഇത് 3ാം തവണയാണ് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. ഈ ഒരു കൂടിക്കാഴ്ചയിൽ വെടിനിർത്തൽ സംബന്ധിച്ച നിർണായക പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തന്നെ ഹമാസ് ഈ അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമായിരുന്നു 60 ദിവസത്തെ വെടിനിർത്തൽ. ഈ ഒരു വെടിനിർത്തലിനോട് ചർച്ചയാകാം, ഈ നിർദ്ദേശങ്ങളിൽ ചർച്ചയാകാമെന്ന് തന്നെയാണ് ഹമാസ് പ്രതികരിച്ചിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ചർച്ചകൾക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. ഇതിൽ ഇസ്രായേൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതിനുശേഷം ഈ നെതന്യാഹുവിന്റെ നിലപാട് എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു വെടിനിർത്തൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതേസമയം ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം നിരവധി പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ചയെല്ലാം തന്നെ ബീച്ച് കഫേയിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണം കാത്തു നിൽക്കുന്നവർക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഏറ്റവും പുതിയതായി ഇസ്രായേൽ ഇപ്പോൾ യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. ഹൂതി കേന്ദ്രങ്ങളായ 3 തുറമുഖങ്ങൾക്ക് നേരെയാണ്, അതായത് ഹൊദൈദ, സെയ്ഫ്, റാസിസ എന്ന തുറമുഖങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരു ഊർജ്ജ കേന്ദ്രത്തിന് നേരെയും ഒരു കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടായെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ഓപ്പറേഷൻ ബ്ലാക്ക് ഫ്ലാഗ് എന്ന പേരിലാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിൽ ചില ഉപാധികൾ ഹമാസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ഇതുവരെ ഒരു എതിർപ്പ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു കണ്ടിട്ടില്ല. പക്ഷേ അതിനോടൊരു ആ ഉപാധികളെ അംഗീകരിക്കാൻ തക്ക തരത്തിലാണോ ഇസ്രായേൽ ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്ന സമീപനം? അത് ഈ സമാധാനത്തിനുള്ള ചർച്ചകളെ ബാധിക്കുന്ന തരത്തിലാണോ? ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങളും വിശകലനങ്ങളും എങ്ങനെയാണ്? റിജിത്ത്, നേരത്തെ തന്നെ ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടില്ല. കാരണം അവിടെ മന്ത്രിസഭ കൂടി അത്തരത്തിലൊരു നിർദ്ദേശമാണ് പുറത്തു വരേണ്ടത്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച ഏറെ നിർണായകമാകുന്നത്. നേരത്തെ ഹമാസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ ഇരുവരും ആ നിർദ്ദേശങ്ങളിൽ ഹമാസ് ഭേദഗതികൾ നിശ്ചയിച്ചിരുന്നു. അതായത് ഹമാസ് പറയുന്നത് ഇസ്രായേലിന്റെ ആവശ്യമെന്ന് പറയുന്നത് പൂർണ്ണമായും ഹമാസ് നിരായുധീകരിക്കണം, എന്നാൽ മാത്രമാണ് അവിടെ നിന്നും പിൻവാങ്ങുകയുള്ളൂ തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ബന്ദിമോചനം സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് തമ്മിലുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പൂർണ്ണമായ ഒരു ധാരണ ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള ധാരണകൾ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടായേക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് വെക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ വെടിനിർത്തൽ ഉണ്ടായിരുന്നാൽ പോലും ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ ഒരു ഗസയിൽ പൂർണ്ണ തോതിലുള്ള ഒരു ആക്രമണത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഖത്തറിൽ നടക്കുന്ന ചർച്ചകളിലേക്ക് ഈ 21 മാസം നീണ്ട യുദ്ധങ്ങൾക്ക് താൽക്കാലിക വിരാമം അല്ലെങ്കിൽ ഒരു അവസാനമാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ലോകം.
മെറിൻ മേരി ചാക്കോയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ഇനി നോക്കാം ചില അന്താരാഷ്ട്ര വാർത്തകൾ ചുരുക്കത്തിൽ. അബുദാബിയിൽ ശക്തമായ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഷബ്ഷാൻ, ലിവ, അസബ്, ഹമ്മിങ് എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തീരദേശ മേഖലകളിലും ചില ഉൾപ്രദേശങ്ങളിലും പൊടിക്കാറ്റ് ശക്തിയായി വീശിയടിച്ചേക്കും. വാഹനം ഓടിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം. ബ്രിട്ടനിൽ നാഷണൽ ഹെൽത്ത് സർവീസിലേക്ക് ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് നഴ്സുമാരെയും ഡോക്ടർമാരെയും റിക്രൂട്ട് ചെയ്യുന്നത് കുറയ്ക്കുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നവരുടെ തോത് നിലവിൽ 34% 10 വർഷത്തിനകം 10% കുറയ്ക്കാനാണ് തീരുമാനം. സൗദി അറേബ്യയിൽ ടയർ നന്നാക്കുന്നതിനിടെ വാഹനം ദേഹത്തേക്ക് പതിച്ച് തമിഴ്നാട് നാമക്കൽ സ്വദേശിക്ക് ദാരുണാന്ത്യം. കിഴക്കൻ പ്രവിശ്യയിലെ ഹഫർ അൽബാത്തിൽ ടാങ്കർ ലോറിയുടെ ടയർ നന്നാക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തമിഴ്നാട് നാമക്കൽ സ്വദേശിയായ സുന്ദരം സ്വാമിയാണ് അപകടത്തിൽ മരിച്ചത്. ഖത്തറിൽ കോടികളുടെ നികുതി വെട്ടിപ്പ് നടത്തിയ 13 കമ്പനികൾക്കെതിരെ നടപടി. 13 കമ്പനികളിലായി ഏകദേശം 36 ലക്ഷം റിയാലിന്റെ വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി ജനറൽ ടാക്സ് അതോറിറ്റി വെളിപ്പെടുത്തി. പലസ്തീൻ പ്രശ്നം പരിഹരിക്കാതെ ഇസ്രായേലുമായി കൈകോർക്കില്ലെന്ന നിലപാടിൽ ഉറച്ച സൗദി. ഗസയിൽ പൂർണ്ണ വെടിനിർത്തലിനാണ് സൗദി ആദ്യ പരിഗണന നൽകുന്നതെന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ്. റഷ്യ സന്ദർശിക്കുന്നതിനിടെയായിരുന്നു സൗദി വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. ഇനി മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ഡാർക്ക് നെറ്റ് വഴി ലഹരി വിൽപ്പന നടത്തിയ സംഭവത്തിൽ പിടിയിലായ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നൽകിയ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചേക്കും. പ്രതികളായ ഡിസൺ, അരുൺ തോമസ് എന്നിവരെ 7 ദിവസം കസ്റ്റഡിയിൽ വിട്ട് നൽകണം എന്നതാണ് NCBയുടെ ആവശ്യം. അതേസമയം ലഹരി വിൽപ്പനയിലൂടെ സമ്പാദിച്ച ക്രിപ്റ്റോ ഇടപാടുകൾ പരിശോധിക്കാൻ അന്വേഷണ സംഘം വിദഗ്ധരുടെ സഹായം തേടും. കൊച്ചിയിലുള്ള ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് രാവിലെ തൃശൂർ ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കും. 10:55 കൊച്ചി കളമശ്ശേരി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമായി ആശയവിനിമയം നടത്തും. ഉച്ചയ്ക്ക് 12:35 കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. ഭാര്യ ഡോക്ടർ സുദേശ് ധൻഖറിനൊപ്പം വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് ഉപരാഷ്ട്രപതി ഇന്നലെ എത്തിയത്. കുടുംബാംഗങ്ങളായ ആഭ വാജ്പേയി, കാർത്തികേയ് വാജ്പേയി എന്നിവരും ഒപ്പമുണ്ട്. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ നടൻ സൗബിൻ ഷാഹിർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകും. മരട് പോലീസ് സ്റ്റേഷനിലാണ് സൗബിൻ ഷാഹിറും സഹനിർമ്മാതാക്കളായ ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരും ഹാജരാവുക. നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ് 2 തവണ നോട്ടീസ് നൽകിയെങ്കിലും മുൻകൂർ ജാമ്യാപേക്ഷ തേടി സൗബിൻ അടക്കമുള്ള പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. 3 പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് നിരീക്ഷിച്ച കോടതി പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകി. ഇന്നും വേണ്ടിവന്നാൽ നാളെയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. പ്രസവശേഷം ജാർഖണ്ഡ് സ്വദേശികളായ മാതാപിതാക്കൾ കൊച്ചിയിലെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച പെൺകുഞ്ഞിനെ ഇന്ന് ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോകും. നിധി എന്ന ആരോഗ്യമന്ത്രി പേരിട്ട കുഞ്ഞ് ഇനി ജാർഖണ്ഡ് CWCയുടെ സംരക്ഷണയിൽ കഴിയും. CWC അധികൃതരും പോലീസും അടങ്ങിയ സംഘം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 7 മണിക്ക് ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ നിധിയുമായി പുറപ്പെടും. വിവരങ്ങളുമായി ആൻമരിയ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആൻമരിയ, നിധിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ആദ്യം വല്ലാത്ത ആദ്യം ഉണ്ടായിരുന്നു, പിന്നീട് അതൊരു ആശങ്ക മാറി ആശ്വാസത്തിന് വഴിയാവുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ചികിത്സയിൽ ഭേദമായി കുഞ്ഞിന്റെ ആരോഗ്യം. പക്ഷേ ഇപ്പോൾ കുഞ്ഞിനെ ജാർഖണ്ഡിലേക്ക് വിടുകയാണ്. അതൊരു കുറച്ചൊരു സങ്കടവുമാണ് അല്ലേ? തീർച്ചയായിട്ടും കുഞ്ഞ് ആദ്യം തന്നെ പറയട്ടെ, കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കുകയാണ്, വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. നമ്മൾ കേരളക്കരയെ ആകെ ഒന്നായിട്ട് ചേർത്ത് പിടിച്ച് ഒരു പേരൊക്കെ നൽകി ഒന്ന് ചേർന്ന് കൊണ്ടുപോയതാണ് നമ്മുടെ നിധിയെ. ആ നിധിയെ ജാർഖണ്ഡിലേക്ക് കയറ്റിവിടുന്നതിന്റെ ചെറിയ വിഷമത്തിലാണ് ഇതാ ഈ ഓഫീസിലുള്ള ആളുകളെല്ലാവരും. ആ ചെറിയൊരു വിഷമത്തിലാണ്. അതിനോടൊപ്പം തന്നെ സന്തോഷവുമുണ്ട്. ജാർഖണ്ഡിലേക്കാണ് അയക്കുന്നത്. അവർ ജാർഖണ്ഡ് സ്വദേശികളുടെ കുട്ടിയാണ്. അപ്പം ഒരു സ്വന്തം നാട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു എന്നതിന്റെ സന്തോഷം അവർ പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. നമ്മൾ ചേർത്ത് പിടിച്ച കുഞ്ഞാണ്, അതിന് ആ കുട്ടിയെ ഇന്ന് നമ്മൾ ജാർഖണ്ഡിലേക്ക് വിടുകയാണ്, CWCക്ക് കൈമാറുകയാണ്. എന്താ തോന്നുന്നത് ഈ നിമിഷം? ഒരു വിഷമമുണ്ടോ? അതോടൊപ്പം തന്നെ എന്താ പറയാ? ഞങ്ങൾ ഏറ്റെടുത്ത കുഞ്ഞിന് സായിലാധികൃതര് പൊന്നുപോലെ നോക്കിയിരുന്നു. ഇന്ന് അവൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അവിടെ CWC ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ബാക്കിയുള്ള തീരുമാനങ്ങൾ അവിടുത്തെ CWC തീരുമാനിക്കും. തീർച്ചയായും പോകുന്നതിൽ വിഷമമുണ്ട്. പക്ഷെ ബയോളജിക്കൽ പാരന്റ്സിന് അർഹതപ്പെട്ട കുഞ്ഞാണിത്. അപ്പൊ അത് അവിടുത്തെ CWC തീരുമാനത്തോടു കൂടി അങ്ങ് നടക്കട്ടെ എന്ന്. നമ്മള് പേരൻസിനെ ഇവിടെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അന്വേഷണ ഭാഗമായിട്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പേരൻസ് പറഞ്ഞായിരുന്നു കുഞ്ഞിനെ വേണം എന്ന് പേരൻസും ആവശ്യപ്പെട്ടിരുന്നു. അപ്പം പക്ഷേ കുഞ്ഞിന്റെ പൂർണ്ണ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ CWCക്ക് കൈമാറുന്നു. ഇനി അവിടുത്തെ CWC ആണോ തീരുമാനിക്കുന്നത്? തീർച്ചയായും അവിടുത്തെ CWC ആണ് അക്കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരുടെ തീരുമാനത്തിന്റെ പുറത്തായിരിക്കും അച്ഛനമ്മമാർക്ക് കൈമാറുക. കഴിഞ്ഞ ജനുവരി 29-നാണ് 28-ന് ഈ കുഞ്ഞ് ജനിക്കുന്നത്. അതിനുശേഷം ഈ സ്വകാര്യ ആശുപത്രിയിലാണ് കുഞ്ഞ് ജനിക്കുന്നത്. പിന്നീട് പേരൻസ് കേരളത്തിൽ നിന്ന് ഉപേക്ഷിച്ച് ജാർഖണ്ഡിലേക്ക് പോവുകയായിരുന്നു. അതിനുശേഷം കുറച്ച് വിഷമങ്ങളിലും കുട്ടിയുടെ ആരോഗ്യത്തിനെ സംബന്ധിച്ചൊക്കെ ആണെങ്കിലും ചികിത്സ സംബന്ധിച്ചൊക്കെ ആണെങ്കിലും വലിയ തരത്തിലുള്ള ആകുലതകൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് സർക്കാർ കുട്ടിയെ ഏറ്റെടുക്കുന്നത്, ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ കുഞ്ഞിന് നിധി എന്ന് പേര് നൽകുന്നു. പിന്നെ കേരളക്കരയാകെ ഒന്നായിട്ട് ചേർത്ത് പിടിക്കുന്നു. പിന്നീട് നടത്തിയ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മാതാപിതാക്കൾ ജാർഖണ്ഡിലുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. പിന്നീട് പോലീസ് ജാർഖണ്ഡിലേക്ക് കേന്ദ്രീകരിക്കുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു. അതിനുശേഷം കുഞ്ഞിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാണ് എന്ന് മാതാപിതാക്കൾ അറിയിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അത് കേരളത്തിലെ CWCക്ക് ആ ഒരു വിവരം നൽകുകയും ചെയ്തു. പിന്നീട് അവരെ കേരളത്തിലേക്ക് വിളിപ്പിക്കുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും മറ്റ് അന്വേഷണവുമായി എല്ലാം പോവുകയും ചെയ്തു. പക്ഷേ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യം ആ കുടുംബത്തിനില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് കേരളത്തിലെ CWC ജാർഖണ്ഡ് CWCക്ക് കുട്ടിയെ കൈമാറാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. എന്തായാലും നിധിയുമായിട്ട് അല്പസമയങ്ങൾക്ക് ശേഷം ജാർഖണ്ഡിലേക്ക് ഉദ്യോഗസ്ഥർ യാത്ര തിരിക്കുകയാണ്. പിന്നീട് ജാർഖണ്ഡ് CWC ആയിരിക്കും കുഞ്ഞിന്റെ മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ പേരന്റ്സിന് നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ തീരുമാനിക്കുക. സ്മിത, കേരളത്തിന്റെ വളർത്തുമകളായ നിധി ഇനിയിപ്പോൾ ജാർഖണ്ഡിന്റെ സ്വന്തം നിധിയായി മാറാൻ പോവുകയാണ്. കുഞ്ഞിന് എല്ലാ ആയുരാരോഗ്യ ആശംസകളും നേരുന്നു. ആൻമരിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. തമിഴ്നാട്ടിൽ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് തുടക്കമിട്ട് AIADMK. പ്രതിപക്ഷ നേതാവും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി പളനിസ്വാമിയുടെ സംസ്ഥാന പര്യടനം ഇന്ന് തുടങ്ങും. BJP നേതാക്കൾക്കും പര്യടനത്തിന് ക്ഷണമുണ്ട്. അതേസമയം സഖ്യ സർക്കാരുണ്ടാക്കുമെന്ന BJP നേതാക്കളുടെ പ്രതികരണത്തിൽ AIADMKയിൽ അതൃപ്തി പുകയുന്നു. മക്കളെ കാപ്പോം, തമിഴകത്തെ മീത്പോം, ജനങ്ങളെ സംരക്ഷിക്കും, തമിഴ്നാടിനെ വീണ്ടെടുക്കും. ഈ മുദ്രാവാക്യം ഉയർത്തിയാണ് എടപ്പാടി പളനിസ്വാമി സംസ്ഥാന പര്യടനം നടത്തുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിന് ഇന്ന് കോയമ്പത്തൂരിലെ മേട്ടുപ്പാളയത്ത് തുടക്കമാകും. BJP സംസ്ഥാന അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രമുഖ നേതാക്കളായ വാനതി ശ്രീനിവാസൻ, തമിഴിസൈ സൗന്ദരരാജൻ എന്നിവർക്കടക്കവും ക്ഷണമുണ്ട്. DMK സർക്കാരിന്റെ കാലത്തെ കസ്റ്റഡി മരണങ്ങൾ, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയാകും പ്രധാന പ്രചാരണ വിഷയങ്ങൾ. ഉങ്ങളുടെയും സ്റ്റാലിൻ എന്ന പേരിൽ അടുത്തയാഴ്ച DMK പഞ്ചായത്ത് തലത്തിൽ അദാലത്തുകൾക്ക് തുടക്കമിടുന്നുണ്ട്. അതിനിടെ സഖ്യമധികാരത്തിലെത്തിയാൽ തങ്ങൾക്കും മന്ത്രിസഭയിൽ പ്രാതിനിധ്യമുണ്ടാകുമെന്ന BJP നേതാക്കളുടെ അവകാശവാദത്തിൽ AIADMKയിൽ ഭിന്നത രൂക്ഷമാണ്. BJPയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച സംഘടനാ സെക്രട്ടറി അൻവർ രാജ് രംഗത്തെത്തി. BJPയുടെ തന്ത്രം തമിഴ്നാട്ടിൽ വിജയിക്കില്ലെന്നും സഖ്യ സർക്കാർ ഉണ്ടാകില്ലെന്നും സഖ്യം താൽക്കാലികമാണെന്നും അൻവർ തുറന്നടിച്ചു. സംസ്ഥാന പര്യടനത്തിനിടെ ഇത്തരം പ്രതിസന്ധികൾക്ക് കൂടി EPS പരിഹാരം കാണേണ്ടതുണ്ട്. 24 ചെന്നൈ. ഇനി നോക്കാം ചില അറിയിപ്പുകൾ. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്കുള്ള മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഹവിൽദാർ തസ്തികകളിൽ നിയമനത്തിന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. മത്സര പരീക്ഷ സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 24 വരെ. സംസ്ഥാന സഹകരണ യൂണിയന്റെ കീഴിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ ഗസ്റ്റ് ലെക്ചർ താൽക്കാലിക ഒഴിവിലേക്ക് ഇന്ന് രാവിലെ 10 മണിക്ക് നെയ്യാർ ഡാം കിക്മ ക്യാമ്പസിൽ വെച്ച് അഭിമുഖം. കൊച്ചി പുല്ലേപ്പടി ദാറുൽ ഉലൂം ഹയർ സെക്കൻഡറി സ്കൂളിൽ സുവോളജി അധ്യാപകരുടെ ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക്. ജോൺ ജോസഫിന്റെ മൈൻഡ് ഫ്രെയിംസ് സോളിറ്റ്യൂഡ് ചിത്ര പ്രദർശനത്തിന് കൊച്ചി ദർബാർ ഹാളിൽ ഇന്ന് തുടക്കമാകും. ഈ മാസം 15 വരെയാണ് പ്രദർശനം നീണ്ടു നിൽക്കുക. പാലക്കാട് യാക്കര ശ്രവണ സംസാര സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപകന്റെ ഒഴിവ്. അഭിമുഖം ഈ മാസം 11. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ബ്രിക്സ് രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ പ്രധാനമന്ത്രി അതിരൂക്ഷമായി വിമർശിച്ചു. ഭീകരവാദം ഉയർത്തുന്ന ഭീഷണി മാനവരാശി ഒന്നിച്ച് നേരിടണമെന്നും ബ്രസീലിലെ റിയോ ഡെ ജനറോയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു.
വിനിത വിജിയാണ് വിവരങ്ങളുമായി ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. വിനിത, ഗുഡ് മോർണിംഗ്. വളരെ കൃത്യമായി തന്നെ ആ സംയുക്ത പ്രസ്താവന ഇന്ന് വന്നിരിക്കുകയാണ്. അത് പെഹൽഗാമിൽ ഉണ്ടായിരുന്ന ഭീകരാക്രമണം അത് നമ്മൾ കണ്ടതാണ്. നമ്മുടെ ജനപ്രതിനിധികളൊക്കെ തന്നെ ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ ഓരോ രാഷ്ട്രങ്ങളെയും സമീപിക്കുന്നു. അത് ഫലം കണ്ടു എന്നുകൂടി വേണം ഈ സംയുക്ത പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. ഗുഡ് മോർണിംഗ് സ്മിത. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ഉച്ചകോടി ഇന്നലെയുമൊക്കെ 2 ദിവസങ്ങളിലായാണ് ഈ ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഇന്നലത്തെ ഈ സംയുക്ത പ്രസ്താവനയിലാണ്, ഇന്നലെ നടന്ന ആ ഉച്ചകോടിയിലാണ് ആ സംയുക്ത പ്രസ്താവന പറഞ്ഞിരിക്കുന്നത്. അതായത് മാനവരാശിക്ക് മുഴുവനും ഒരു വെല്ലുവിളിയാകുന്ന ഭീകരതയെ നമ്മൾ ഒന്നിച്ച് നേരിടണമെന്നായിരുന്നു ആ പ്രസ്താവന. ആ പ്രസ്താവനയിൽ എല്ലാ രാജ്യങ്ങളും പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. ഈ പെഹൽഗാം ഭീകരാക്രമണത്തെയും ശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഗാസയിൽ നടക്കുന്ന അതിക്രമവും ഇസ്രായേൽ തുടരുന്ന അതിക്രമങ്ങളിലും ഒക്കെ തന്നെ അത്തരത്തിലേക്കുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ബ്രിക്സിൽ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ചേരുന്ന ഉച്ചകോടിയിൽ വിവിധ അംഗരാജ്യങ്ങളും ഇന്ന് ചേരുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇന്നലെ തന്നെ ഈ ബ്രസീലിൽ നടക്കുന്ന ഈ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ പെഹൽഗാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ ഈ ഭീകരത അത് മറ്റ് ലോകരാജ്യങ്ങളിലേക്കടക്കം വലിയൊരു വെല്ലുവിളിയായി ഉയരുന്ന കാര്യമടക്കം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു. ഇതിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടാം എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് മറ്റ് ബ്രിക്സ് ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ഒരു വലിയ പിന്തുണയും നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഈ ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി ഈ ബ്രസീലിന്റെ തലസ്ഥാനമായ ബ്രസീലിലേക്ക് സന്ദർശനം നടത്തും. തുടർന്ന് പിന്നീട് ഇന്ത്യയും ഒപ്പം തന്നെ ബ്രസീലുമായുള്ള ചില ഉഭയകക്ഷി ചർച്ചകളൊക്കെ തന്നെ ഉണ്ടാകും. നിലവിലെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് നടപടിക്രമങ്ങളും ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നത്തെ ബ്രസീൽ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം നമീബിയയിലേക്ക് യാത്ര തിരിക്കും. ശേഷം അദ്ദേഹത്തിന്റെ വിദേശയാത്ര പൂർത്തിയാക്കി തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ. ശരി, വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പെഹൽഗാമിലെ ഭീകരാക്രമണം അത് ഇന്ത്യക്ക് എതിരെ മാത്രമുള്ള ആക്രമണമല്ല, മാനവരാശിക്കൊന്നാകെ എതിരെയുള്ള ആക്രമണമാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്തയിലേക്കാണ് ഇനി. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ചരക്കുമായി വന്ന ലോറി മറഞ്ഞു. 9ാം വളവിലാണ് അപകടമുണ്ടായത്. ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. സമീർ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഈ ഡ്രൈവറുടെ പരുക്ക് അത് എത്രത്തോളം ഗുരുതരമാണ്? വിവരങ്ങൾ പറ. ഗുഡ് മോർണിംഗ് സ്മിത, റീജിത്ത്. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. 9ാം വളവിലാണ് ഈ ലോറി ഇപ്പോൾ മറിഞ്ഞിരിക്കുന്നത്. പുലർച്ചെ 5 മണിയോട് കൂടി ഉണ്ടായിട്ടുള്ള അപകടത്തിൽ ഡ്രൈവർക്ക് നിസ്സാര പരിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. ചുരം ഇറങ്ങി വരികയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വാഹനമാണിത്. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഈ ലോറി ചരക്കുമായി വരികയായിരുന്നു. വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്നതിനിടെയാണ് 9ാം വളവിൽ നിന്ന് ഈ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാവുകയും ലോറി മറിയുകയും ചെയ്തിരിക്കുന്നത്. ഈ ലോറിയിൽ നിലവിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഡ്രൈവർക്ക് നിസ്സാരമായ പരിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ആശ്വാസം നൽകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നല്ല ശക്തമായ മഴ ഉണ്ടായിരുന്നു. ആ മഴയെ തുടർന്ന് ഈ ബ്രേക്ക് ചവിട്ടിയെങ്കിലും കിട്ടിയില്ല. അതേ തുടർന്ന് നിയന്ത്രണം നഷ്ടമാവുകയും തുടർന്ന് മറിയുകയുമായിരുന്നു. എന്തായാലും ഇത് സംരക്ഷണ ഭിത്തിയിൽ തങ്ങി നിന്നുള്ളതുകൊണ്ട് വലിയൊരു ദുരന്തമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതും ആശ്വാസം നൽകുന്ന കാര്യമാണ്. അപ്പോൾ തന്നെ ഈ വാഹനം ഇപ്പോൾ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ റോഡിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കില്ല. അതിന് കാരണം ഈ റോഡിൻ്റെ വശത്തേക്കാണ് ഇത് മറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംരക്ഷണ ഭിത്തിയിൽ തങ്ങി നിൽക്കുകയും ചെയ്തു. ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഈ ലോറി അവിടെ നിന്ന് ഉയർത്താനായിക്കൊണ്ട് ട്രെയിൻ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസും അതുപോലെ തന്നെ ചുരം സംരക്ഷണ സമിതിയും. ഇതുമായി ബന്ധപ്പെട്ട് വൈകാതെ തന്നെ ഈ ലോറി അവിടെ നിന്ന് മാറ്റാൻ കഴിയും എന്നുള്ള വിവരങ്ങളാണ് ഹൈവേ പോലീസ് അറിയിക്കുന്നത്. ശരി, സമീർ സി മുഹമ്മദ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. തകരാറിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടന്റെ F-35B യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ഹാങ്ങറിലേക്ക് മാറ്റി. വിദഗ്ധ സംഘം എത്തുന്നതുവരെ 3 ആഴ്ചയായി വിമാനം ഡൊമസ്റ്റിക് ബേയിലായിരുന്നു കിടന്നിരുന്നത്. ഇന്നലെ ബ്രിട്ടനിൽ നിന്നെത്തിയ വിദഗ്ധ സംഘം സാങ്കേതിക തകരാർ പരിഹരിച്ച് വിമാനം കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തും. ഇന്ധനം തീർന്നതിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തിയ വിമാനത്തിന് പിന്നീട് ഹൈഡ്രോളിക് സംവിധാനത്തിലും ആക്സിലറി പവർ യൂണിറ്റിലും തകരാർ സംഭവിച്ചതെന്നാണ് വിവരം. എന്നാൽ വിമാനത്തിന്റെ തകരാർ എന്തെന്ന് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. തകരാർ പരിഹരിച്ചില്ലെങ്കിൽ ചിറകുകൾ അഴിച്ചുമാറ്റി ട്രാൻസ്പോർട്ട് വിമാനം ഗ്ലോബ് മാസ്റ്ററിൽ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനാണ് നീക്കം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട നൌഫലിന് വീട് നിർമ്മിച്ചു നൽകി പ്രവാസി സംഘടനയായ മസ്കറ്റ് KMCC. മേപ്പാടിക്കടുത്ത് പൂത്തകൊല്ലിയിലാണ് വീട് നിർമ്മിച്ചത്. 6 മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്.
ഇതാണ് മുണ്ടക്കൈ ടൗണിൽ നൗഫലിന്റെ വീടിരുന്ന സ്ഥലം. ഇന്ന് ആ വീടില്ല. വീടിരുന്ന സ്ഥലത്ത് അതിന്റെ അടയാളങ്ങൾ പോലുമില്ല. സ്വന്തം ചെറുപട്ടണമില്ല. പ്രിയപ്പെട്ടവർ ആരുമില്ല. ഭാര്യയും മക്കളും മാതാപിതാക്കളും ഉൾപ്പെടെ നൗഫലിന് നഷ്ടപ്പെട്ടത് 11 പേരെ. അതിജീവിക്കുന്ന നൗഫലിനെ ചേർത്ത് പിടിക്കുകയാണ് മസ്കറ്റിലെ KMCC ഘടകം. നിർമ്മിച്ചത് 1200 സ്ക്വയർ ഫീറ്റ് വീട്. 6 മാസം കൊണ്ട് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേക പെർമിഷനോടുകൂടി നൗഫലിന് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തതാണ്. ആ ദൗത്യം ഏറ്റെടുത്ത് ഉടനെ തന്നെ അവിടെ എത്തി നൗഫൽ കാണിച്ചു തന്ന സ്ഥലത്ത്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്ത് സ്ഥലം വാങ്ങി അവിടെ വീട് നിർമ്മാണം തുടങ്ങി. പ്രവർത്തനത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു വീട് ഉണ്ടാക്കി കൊടുത്തു. ദുരന്ത സമയത്ത് നൗഫൽ മസ്കറ്റിലായിരുന്നു. പുതിയ വീട്ടിലേക്ക് മാറാൻ കഴിയുന്നതിന്റെ ആശ്വാസം പ്രകടിപ്പിക്കുന്നു നൗഫൽ. സംഭവിച്ച അന്ന് എന്ത് ചെയ്യണം, എവിടെ പോകണം എന്നുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഒരുപാട് നല്ല മനുഷ്യന്മാരുടെ കാരുണ്യം കൊണ്ടും മസ്കറ്റ് KMCC ആണ് എനിക്ക് വീട് തന്ന് എന്നെ സഹകരിച്ച എല്ലാ നല്ലവരായ മനുഷ്യർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ദുരന്ത ദിനമായ ജൂലൈ 30 എന്ന പേര് നൽകിയ നൗഫലിന്റെ ഹോട്ടൽ മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്ക് പോകുന്ന വഴിയാണ് 24 വയനാട്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. തൃശൂർ മാള കേബിൾ വിഷന്റെ 10ാമത് വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് സമാദരണം 2025 മാള കാമൽ കോളേജിൽ നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായി. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. ചാലക്കുടി MP ബെന്നി ബെഹനാൻ സമാദരണം 2025 ഉദ്ഘാടനം ചെയ്തു. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായിരുന്നു. നാളെയുടെ ലോകത്തെ മാറ്റിയെടുക്കേണ്ട കുട്ടികൾ മാറുന്ന കാലത്തിന്റെ ചുവരെഴുത്തും ശ്രദ്ധിക്കണമെന്ന് ശ്രീകണ്ഠൻ നായർ ചൂണ്ടിക്കാട്ടി. ഞാൻ ആ യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടതിനേക്കാളും എത്ര ഭയാനകമാണ് കേരളത്തിലെ യഥാർത്ഥ സാഹചര്യം എന്ന് ഞാൻ ആലോചിച്ചു പോയി. നമ്മുടെ വീട്ടിന് പുറത്തു പോയിട്ട് മടങ്ങി വരുന്ന കുട്ടികൾ എവിടെ പോയി, ആരെ കാണുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി ഇന്ന് അമ്മമാരോട് പറയുന്നൊരു മറുപടിയുണ്ട്, എന്നെ ഇൻസൾട്ട് ചെയ്യരുത്, എൻ്റെ അഭിമാനം വ്രണപ്പെടുത്തരുത് എന്നാണ് പറയുന്നത്. KCCL MD PP സുരേഷ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, പ്രവീൺ മോഹൻ, PB സുഭാഷ്, ഷാൻഡി ജോസഫ്, CP ഉദയൻ, സിസ്റ്റർ ജ്യോതി, PP സുരേഷ് കുമാർ, TD സുഭാഷ്, KC ജോൺസൺ, T ജയപ്രകാശ്, P ഗോപകുമാർ, PS സുബിതൻ, CP പ്രദീപ്, ജിജോ ജോസഫ്, P ആന്റണി എന്നിവർ സംസാരിച്ചു. 24 തൃശൂർ. മൂന്നാം കക്ഷി ഉണ്ടാക്കാനുള്ള മസ്കിന്റെ നീക്കത്തെ പരിഹസിച്ച് ഡൊണാൾഡ് ട്രംപ്. മസ്കിന്റെ നീക്കം അപഹാസ്യവും അസംബന്ധവുമെന്ന് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ്. അമേരിക്കയെ പോലൊരു രാജ്യത്ത് മൂന്നാം കക്ഷിക്ക് സ്ഥാനമില്ലെന്ന് ട്രംപിന്റെ പോസ്റ്റിൽ പറയുന്നു. മസ്കിന്റെ പാർട്ടി ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുമെന്ന പ്രവചനവും ട്രംപിന്റെ കുറിപ്പിലുണ്ട്. അമേരിക്കയിൽ മൂന്നാം കക്ഷി ഒരിക്കലും വിജയിക്കില്ല എന്നും ട്രംപ് പോസ്റ്റിൽ പറയുന്നു. മസ്ക് തന്റെ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് സ്കോട്ട് ബെസന്റും പറഞ്ഞു. മസ്കിന്റെ പാർട്ടിയിൽ പ്രമുഖരായ 3 അമേരിക്കക്കാർ ചേരുമെന്ന് മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിനെ പിന്തുണയ്ക്കുന്ന ലോറ ലൂമറിന്റെ എക്സ് പോസ്റ്റ്. തകരാറിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടന്റെ F-35B യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ഹാങ്ങറിലേക്ക് മാറ്റി. ബ്രിട്ടനിൽ നിന്നെത്തിയ വിദഗ്ധ സംഘം സാങ്കേതിക തകരാർ പരിഹരിച്ച് വിമാനം കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തും. തകരാർ പരിഹരിച്ചില്ലെങ്കിൽ ചിറകുകൾ അഴിച്ചുമാറ്റി ട്രാൻസ്പോർട്ട് വിമാനം ഗ്ലോബ് മാസ്റ്ററിൽ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. മേഘ്ന മുരളി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മേഘ്ന, ആദ്യം ഈ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് വിദഗ്ധ സംഘം പരിശോധിക്കുന്നത്. വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നില്ല എങ്കിൽ കൂടി ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഇതിന്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് ഈ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കഴിയുമോ എന്നത് സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ മേഘ്ന? അതിൽ പ്രധാനമായും ബ്രിട്ടന്റെ വ്യോമസേനാ വിമാനം എയർബസ് 400 ഇന്നലെ സാങ്കേതിക വിദഗ്ധർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത്. അതിൽ പ്രധാനമായും ഈ സാങ്കേതിക വിദഗ്ധർ ലക്ഷ്യം വെക്കുന്നത് എങ്ങനെയെങ്കിലും ഈ F-35 യുദ്ധവിമാനത്തിന്റെ തകരാർ പരിഹരിച്ച് തിരിച്ചു കൊണ്ടുപോകുക എന്നതാണ്. അതിന് സാധ്യമല്ലെങ്കിലാണ് ഈ ചിറകുകളടക്കം അഴിച്ചു മാറ്റി ഈ ചരക്ക് വിമാനത്തിലേക്ക് മാറ്റി.
ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ടെലിഫോൺ ബന്ധത്തിലൊരു വ്യക്തതക്കുറവുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം മേഘ്ന മുരളി വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എത്തുന്നത് ഡൽഹിയിൽ കനത്ത മഴയാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. വിനീത വിജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, എന്താണ് ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? വിനീത കേൾക്കാമോ? വിനീത അവിടെ ഹിന്ദിയിൽ അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അവിടുത്തെ മഴയെക്കുറിച്ചാണെന്ന് തോന്നുന്നു. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിനിത കേൾക്കാമോ? അവിടുന്ന് ചോദിച്ചു കഴിഞ്ഞോ വിവരങ്ങൾ? തീർച്ചയായും സ്മിത, തീർച്ചയായും രാവിലെ മുതൽ ഡൽഹിയിൽ കനത്ത മഴ ശക്തമായി തന്നെ പെയ്യുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡൽഹി NCR മേഖലയിലൊക്കെയാണ്. ഇവിടെയൊക്കെ അതിശക്തമായിട്ടുള്ള മഴ ഇങ്ങനെ തുടരുകയാണ്. വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്നലെ വൈകിട്ട് മുതൽ ഡൽഹിയിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. മഴയ്ക്കൊപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ വലിയ രീതിയിലേക്കുള്ള ഒരു മഴ ഇങ്ങനെ പെയ്യുകയാണ് പല മേഖലകളിലേക്കടക്കം. ഒപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കടക്കം മഴ കൂടുതൽ കനക്കുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഹിമാചൽ അടക്കമുള്ള മേഖലകളിൽ ഇപ്പോഴും മഴ മുന്നറിയിപ്പ് തുടരുകയുമാണ്. ഹിമാചലിലൊക്കെ ഇന്നലെ മിന്നൽ പ്രളയവും ഒക്കെ ഉണ്ടായി, മേഘവിസ്ഫോടനവും ഒക്കെ ഉണ്ടായി. വലിയ നാശനഷ്ടങ്ങളൊക്കെ തന്നെ അതിനിടയിൽ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. ഒപ്പം മറ്റ് മേഖലകളിലേക്കടക്കം ഒഡീഷ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും മഴ കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഏതാണെങ്കിലും ഡൽഹിയിൽ ഓറഞ്ച് അലേർട്ട് ഇപ്പോഴും തുടരുകയാണ്. മഴയ്ക്കൊപ്പം തന്നെ പല മേഖലകളിലും അതിശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കടുത്ത കാറ്റ് NCR മേഖലയിലടക്കം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുമുണ്ട്. ശരി, വിനീത വിജി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്, മഴയ്ക്ക് മാത്രമല്ല ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. സൗദിയിൽ വിദേശ തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് 3 വിഭാഗമായി തിരിച്ചു. ചെയ്യുന്ന തൊഴിലിനെ അടിസ്ഥാനമാക്കിയാണ് തരംതിരിച്ചിരിക്കുന്നത്. 2 ഘട്ടങ്ങളായി തീരുമാനം നടപ്പിലാക്കും. ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ആകർഷിക്കുന്നതിനും ജീവനക്കാരുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനുമാണ് സൗദിയിൽ വർക്ക് പെർമിറ്റിനെ തരംതിരിച്ചത്. നൈപുണ്യ നിലവാരത്തെ അടിസ്ഥാനമാക്കി 3 തരം വർക്ക് പെർമിറ്റാണ് അനുവദിക്കുകയെന്ന് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. ഉയർന്ന വൈദഗ്ധ്യമുള്ളവർ, അടിസ്ഥാന യോഗ്യതയുള്ളവർ എന്നിവയാണ് 3 വിഭാഗങ്ങൾ. വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം, കഴിവ് എന്നിവയ്ക്കനുസരിച്ചാണ് തരംതിരിക്കുക. ഓരോ വിഭാഗത്തിനുമുള്ള ശമ്പളം, പ്രായപരിധി തുടങ്ങിയവയും മന്ത്രാലയം തീരുമാനിക്കും. നല്ല വൈദഗ്ധ്യമുള്ള തൊഴിലാളികളാണ് ആദ്യ 2 വിഭാഗങ്ങളിൽ ഉൾപ്പെടുക. അടിസ്ഥാന വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മന്ത്രാലയം നിശ്ചയിക്കുന്ന മറ്റു യോഗ്യത ഉണ്ടായിരിക്കുകയും 60 വയസ്സിൽ കൂടുതൽ പ്രായമില്ലാതിരിക്കുകയും വേണം. 2 ഘട്ടങ്ങളായാണ് പുതിയ തീരുമാനം നടപ്പിലാക്കുക. ഇന്ന് അഥവാ 2025 ജൂലൈ 6 ആരംഭിച്ച ആദ്യഘട്ടത്തിൽ നിലവിലുള്ള തൊഴിലാളികൾക്ക് പുതിയ വർക്ക് പെർമിറ്റ് അനുവദിക്കും. 2025 ഓഗസ്റ്റ് 3 രണ്ടാം ഘട്ടം ആരംഭിക്കും. ഈ ഘട്ടത്തിൽ പുതുതായി സൗദിയിലെത്തിയവർക്ക് പുതിയ വർക്ക് പെർമിറ്റ് അനുവദിക്കും. മന്ത്രാലയത്തിന്റെ കിവ പ്ലാറ്റ്ഫോം വഴി വർക്ക് പെർമിറ്റിന്റെ തരം മാറ്റാനുള്ള അവസരമുണ്ടാകും. വിദേശ നിക്ഷേപകരെയും വിദഗ്ധ തൊഴിലാളികളെയും സൗദിയിലേക്ക് ആകർഷിക്കുന്നതിന് പുതിയ തീരുമാനം കാരണമാകുമെന്നാണ് പ്രതീക്ഷ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഇപ്പോൾ വരുന്ന ഒരു വിവരം, ബംഗളൂരുവിൽ വാഹനാപകടത്തിൽ മലയാളി വിദ്യാർത്ഥി മരിച്ചു. എറണാകുളം വെസ്റ്റ് കടുങ്ങല്ലൂർ സ്വദേശി ആൽബി ജോൺ ജോസഫ്, 18 വയസ്സാണ് ഈ വിദ്യാർത്ഥിക്ക്. മരിച്ചത് കൊങ്കേരി കുമ്പള റോഡ് സർവീസ് റോഡിൽ വെള്ളിയാഴ്ചയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ള വിവരം വരുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഡാർക്ക് നെറ്റ് വഴി ലഹരി വിൽപ്പന നടത്തിയ സംഭവത്തിൽ പിടിയിലായ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നൽകിയ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചേക്കും. പ്രതികളായ എഡിസൺ, അരുൺ തോമസ് എന്നിവരെ 7 ദിവസം കസ്റ്റഡിയിൽ വിട്ടു നൽകണം എന്നാണ് NCBയുടെ ആവശ്യം. അതേസമയം ലഹരി വിൽപ്പനയിലൂടെ സമ്പാദിച്ച ക്രിപ്റ്റോ ഇടപാടുകൾ പരിശോധിക്കാൻ അന്വേഷണ സംഘം വിദഗ്ധരുടെ സഹായം തേടും. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. തമിഴ്നാട്ടിൽ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് തുടക്കമിട്ട് AIADMK. പ്രതിപക്ഷ നേതാവും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി പളനിസ്വാമിയുടെ സംസ്ഥാന പര്യടനം ഇന്ന് തുടങ്ങും. BJP നേതാക്കൾക്കും പര്യടനത്തിന് ക്ഷണമുണ്ട്. അതേസമയം സഖ്യ സർക്കാർ ഉണ്ടാക്കുമെന്ന BJP നേതാക്കളുടെ പ്രതികരണത്തിൽ DMKയിൽ അതൃപ്തി പുകയുകയാണ്. മക്കളെ കാപ്പോം, തമിഴകത്തെ മീത്പോം, ജനങ്ങളെ സംരക്ഷിക്കും,
തമിഴ്നാടിനെ വീണ്ടെടുക്കും. ഈ മുദ്രാവാക്യം ഉയർത്തിയാണ് എടപ്പാടി പളനിസ്വാമി സംസ്ഥാന പര്യടനം നടത്തുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിന് ഇന്ന് കോയമ്പത്തൂരിലെ മേട്ടുപ്പാളയത്ത് തുടക്കമാകും. BJP സംസ്ഥാന അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രമുഖ നേതാക്കളായ വാനതി ശ്രീനിവാസൻ, തമിഴിസൈ സൗന്ദരരാജൻ എന്നിവർക്കടക്കവും ക്ഷണമുണ്ട്. DMK സർക്കാരിന്റെ കാലത്തെ കസ്റ്റഡി മരണങ്ങൾ, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയാകും പ്രധാന പ്രചാരണ വിഷയങ്ങൾ. ഉങ്ങളുടെയും സ്റ്റാലിൻ എന്ന പേരിൽ അടുത്തയാഴ്ച DMK പഞ്ചായത്ത് തലത്തിൽ അദാലത്തുകൾക്ക് തുടക്കമിടുന്നുണ്ട്. അതിനിടെ സഖ്യമധികാരത്തിലെത്തിയാൽ തങ്ങൾക്കും മന്ത്രിസഭയിൽ പ്രാതിനിധ്യമുണ്ടാകുമെന്ന് BJP നേതാക്കളുടെ അവകാശവാദത്തിൽ AIADMKയിൽ ഭിന്നത രൂക്ഷമാണ്. BJPയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച സംഘടനാ സെക്രട്ടറി അൻവർ രാജ് രംഗത്തെത്തി. BJPയുടെ തന്ത്രം തമിഴ്നാട്ടിൽ വിജയിക്കില്ലെന്നും സഖ്യ സർക്കാർ ഉണ്ടാകില്ലെന്നും സഖ്യം താൽക്കാലികമാണെന്നും അൻവർ തുറന്നടിച്ചു. സംസ്ഥാന പര്യടനത്തിനിടെ ഇത്തരം പ്രതിസന്ധികൾക്ക് കൂടി EPS പരിഹാരം കാണേണ്ടതുണ്ട്. 24 ചെന്നൈ. പ്രസവശേഷം ജാർഖണ്ഡ് സ്വദേശികളായ മാതാപിതാക്കൾ കൊച്ചിയിലെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച പെൺകുഞ്ഞിനെ ഇന്ന് ജാർഖണ്ഡിലേക്ക് തിരികെ കൊണ്ടുപോവുകയാണ്. നിധി എന്ന് ആരോഗ്യമന്ത്രി പേരിട്ട കുഞ്ഞ് ഇനി ജാർഖണ്ഡ് CWCയുടെ സംരക്ഷണയിലാണ് കഴിയുക. CWC അധികൃതരും പോലീസും അടങ്ങിയ സംഘം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉടൻ നിധിയുമായി പുറപ്പെടും. വിവരങ്ങൾ നൽകുകയാണ് ആൻമരിയ. ആൻമരിയ, നേരത്തെ നമ്മൾ കണ്ടു കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയാണ് എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും ദിവസം കുഞ്ഞ് അരുമയോടെ വളർത്തിയ കുഞ്ഞാണ് പോകുന്നത്. അതിൻ്റെ ഒരു സങ്കടവും ആ ഒരു ദുഃഖമൊക്കെ ചിലപ്പോൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അതങ്ങനെ ഘനീഭവിച്ച് നിൽക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും കേരളത്തിന്റെ വളർത്തുമകളാണ്, അതുപോലെ കൊണ്ടു നടന്ന കുഞ്ഞാണ്, അരുമയോട് കൂട്ടി കാത്തു സൂക്ഷിച്ച കുട്ടിയാണ്. അപ്പോൾ അവളെ ജാർഖണ്ഡിലേക്ക് തിരികെ യാത്ര അയക്കുമ്പോൾ അതിന്റേതായുള്ള വിഷമങ്ങളെല്ലാം ഈ മുഖത്തുണ്ട്. പക്ഷേ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയാണ്, സുരക്ഷിതയാണ്, ആ രീതിയിൽ അവർ പരിപാലിച്ച കുഞ്ഞാണ്. ആ രീതിയിലെല്ലാം നോക്കിക്കണ്ടു കഴിയുമ്പോൾ അവരുടെ മുഖത്തൊരു ചെറിയ സന്തോഷവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. 7:25 ഇവിടുന്ന് ട്രെയിൻ പുറപ്പെടുന്നത് ജാർഖണ്ഡിലേക്ക്. ആ ട്രെയിനിൽ CWC അധികൃതർ ഉൾപ്പെടെയുള്ള ആളുകളോടൊപ്പം തന്നെ കുഞ്ഞിനെ ജാർഖണ്ഡിലെത്തിക്കും. അവിടുത്തെ CWCക്ക് കൈമാറും. അധികൃതരെല്ലാം തന്നെ ഇതിനോടകം തന്നെ രാവിലെയോടുകൂടി തന്നെ നിധിയുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിധി അവിടെ കളിച്ചു ചിരിച്ച് വളരെ സന്തോഷത്തോടു കൂടി നിധി അവിടെ ഇരിക്കുകയാണ്. നമ്മുടെ ഒപ്പം തന്നെ ഇപ്പോൾ ഉദ്യോഗസ്ഥരും ചേരുന്നുണ്ട്. സർ, 7:25 ട്രെയിന് നമ്മൾ കുഞ്ഞിനെ ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മൾ പൊന്നുപോലെ സൂക്ഷിച്ച നമ്മുടെ അരുമ മകളാണ്. അപ്പോൾ കുഞ്ഞിനെ അവിടെ കൈമാറുമ്പോൾ ഒരു ചെറിയ വിഷമം, അതോടൊപ്പം തന്നെ ഒരു സന്തോഷവുമുണ്ട്. തീർച്ചയായിട്ടും ഏറെ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, മരണത്തിന്റെ താഴ്വരയിലൂടേക്ക് പോയ കുഞ്ഞിനെയാണ് കേരളം രക്ഷപ്പെടുത്തിയത്. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഒപ്പം ചെറിയൊരു ദുഃഖം, കാരണം വിട്ടുപിരിയുമ്പോഴുള്ള ദുഃഖമുണ്ടല്ലോ, അത് ഒരു ദുഃഖമുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം ആ കുഞ്ഞിന്റേതായ സംസ്ഥാനത്ത് വളരുക, കൾച്ചറിൽ വളരുക. കാരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ മലയാളിക്ക് ഒരു കൾച്ചറുണ്ട്, ജാർഖണ്ഡിനെ സംബന്ധിച്ച് ആ കൾച്ചർ വളരുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇത്രയും നാള് കുഞ്ഞിനെ വളരെ ഹെൽത്തി ആയിട്ട് പരിപോഷിപ്പിച്ചു, അതിൽ സന്തോഷമുണ്ട്. ഇനി നമ്മുടെ മറ്റു നടപടിക്രമങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ജാർഖണ്ഡ് CWCയുമായിട്ട് നേരത്തെ കോൺടാക്ട് ചെയ്തിരുന്നു. അതിന്റെ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അവർ ചോദിച്ചിരുന്നു. അതനുസരിച്ച് അവർ പറഞ്ഞു കുട്ടികളെ അവർ റെഡിയാണ്, സ്വീകരിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞൊരു കാര്യം, പേരൻസ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുട്ടികളെ നേരെ ജാർഖണ്ഡ് CWCയിലേക്ക് കൈമാറുന്നത്. പേരൻസ് ഇവിടെ തന്നെയുണ്ട്, ഇവിടെയുണ്ട്, നമ്മുടെ കൂടെ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് തന്നെയാണ് അവർ പറയുന്നത്. അവരുടെ അരുമ മകളെ യാത്രയാക്കുന്നതിനുള്ള ഒരു ചെറിയ വിഷമമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ആ ഒരു സന്തോഷവും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ജാർഖണ്ഡ് സ്വദേശിയായിട്ടുള്ള കുഞ്ഞാണ്, അതുകൊണ്ട് തന്നെ ആ കൾച്ചറിൽ വളരേണ്ട കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയെ സുരക്ഷിതമായിട്ട് അവിടെ എത്തിക്കുമ്പോൾ അതിന്റെ ആ ഒരു സന്തോഷവും അവരുടെ മുഖത്തുണ്ട്. കുഞ്ഞിനെ ഇവിടെ ഇങ്ങനെ സുരക്ഷിതയായിട്ട് കളിച്ചു ചിരിച്ച് അവരുടെ ഒപ്പം, ആ ഉദ്യോഗസ്ഥരോടൊപ്പം കളിച്ചു ചിരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കഴിഞ്ഞ ജനുവരി 29 ഈ കുഞ്ഞ് ജനിക്കുന്നത്. പിന്നീട് ഈ കുഞ്ഞിന്റെ മറ്റു ചികിത്സകൾക്ക് വേണ്ടിയിട്ട് ICUയിലേക്ക് മാറ്റിക്കഴിഞ്ഞ ഈ സമയത്ത് ഈ മാതാപിതാക്കൾ കുഞ്ഞിനെ ഉപേക്ഷിച്ച് തിരികെ കേരളത്തിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ ആരോരുമില്ലാതെ അനാഥ കുഞ്ഞായിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും ആ പാവത്തിന് അറിയത്തുണ്ടായിരുന്നില്ല. ആ ഒരു രീതിയിൽ ആ കുഞ്ഞ് അവിടെ കിടക്കുമ്പോൾ അതിന് സർക്കാരാണ് ആ കുഞ്ഞിനെ ഏറ്റെടുക്കുന്നത്. നിധി എന്നുള്ള പേര്, അത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിലാണ് കുഞ്ഞിന് നിധി എന്നുള്ള ഒരു പേര് നൽകുന്നത്. ആ പേര് നൽകിക്കൊണ്ട് കേരളത്തിന്റെ വളർത്തുമകളായിട്ട് ആ കുഞ്ഞിനെ പ്രഖ്യാപിക്കുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് കണ്ടത് കുഞ്ഞിനെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ആ ചികിത്സകളെല്ലാം സർക്കാർ ഏറ്റെടുക്കുന്നു. പിന്നീട് നടന്ന അന്വേഷണങ്ങൾ, അത് പിന്നീട് ആ അന്വേഷണ
നേതൃത്വത്തിലൂടെ CWC നടത്തിയ അന്വേഷണത്തിലൂടെ ഈ മാതാപിതാക്കൾ ജാർഖണ്ഡിലുണ്ട് എന്നുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കളുമായിട്ട് സംസാരിക്കുന്നു. അവിടെ ഇവരുടെ മറ്റു കാര്യങ്ങൾ, ഇവരുടെ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. അതിനുശേഷമാണ് കുഞ്ഞിനെ ഇനി തിരികെ മാതാപിതാക്കൾക്ക് നൽകേണ്ടതില്ല, ജാർഖണ്ഡ് CWCക്ക് നൽകാമെന്നുള്ള തീരുമാനമെടുക്കുന്നത്. അങ്ങനെ അല്പസമയങ്ങൾക്ക് ശേഷം ഒരു 7:25 കൂടി ട്രെയിൻ പുറപ്പെടും. ആ ട്രെയിൻ നിധിയുമായി ജാർഖണ്ഡിലേക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇനി ആ കുഞ്ഞ് ഇവിടെ നിന്ന് പുറപ്പെടാനായിട്ട്. ഓരോ വേർപാടുകളും വേദനാജനകമാണ്. പക്ഷേ ഈ വേർപാടിന് സന്തോഷത്തിന്റെ ഒരു തിളക്കം കൂടിയുണ്ട്. സന്തോഷകമായിട്ട് ജാർഖണ്ഡിൽ ആ കുഞ്ഞ് വളരുമെന്ന പ്രതീക്ഷയുണ്ട്. അതിനൊപ്പം തന്നെ ആൻമരിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചേർന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. നിപ ജാഗ്രത തുടരുന്ന മലപ്പുറത്ത് 241 പേർ സമ്പർക്ക പട്ടികയിൽ. ചികിത്സയിലുള്ള 12 പേരിൽ 5 പേർ ICUവിലാണ്. നിപ സ്ഥിരീകരിച്ച മക്കരപ്പറമ്പിന് സമീപത്തെ പഞ്ചായത്തുകളിൽ പനി സർവൈലൻസ് തുടരുന്നു. സമീർ C. മുഹമ്മദാണ് ചേരുന്നത് വിവരങ്ങളുമായി. സമീർ, അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. നമ്മൾ അത്രയും ജാഗ്രതയോടെ തന്നെ നോക്കുമ്പോഴാണ്, സിസ്റ്റം ഒന്നായി പ്രവർത്തിക്കുമ്പോഴാണ് പലപ്പോഴും നിപ്പയെ പ്രതിരോധിക്കാൻ കഴിയാറുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ പോകുന്നുണ്ടല്ലോ കാര്യങ്ങൾ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് പോകുന്നത്. പ്രധാനമായും 3 ജില്ലകളിലാണ് ഇപ്പോൾ ജാഗ്രത തുടരുന്നത്. പാലക്കാട്, അതുപോലെ തന്നെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ജാഗ്രത തുടരുന്നത്. മലപ്പുറത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് മങ്കട സ്വദേശിയായ യുവതി നിപ്പയെ തുടർന്ന് മരിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് 4 പഞ്ചായത്തുകളിലെ 20 വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിക്കുകയും അതിനെ തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്ത് നിലവിൽ 425 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ ഏറ്റവും അധികം സമ്പർക്ക പട്ടികയിലുള്ളത് മലപ്പുറം ജില്ലയിലാണ്, 241 പേർ. നിപ്പ ലക്ഷണങ്ങളുമായി 12 പേർ ചികിത്സയിൽ കഴിയുന്നു. അതിൽ 5 പേരും ഇപ്പോൾ തുടരുന്നത് ICUവിലാണ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അവരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. എന്നാലും ഒരു ആശങ്കപ്പെടുന്ന സാഹചര്യം തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മലപ്പുറം. ശരി, സമീർ C. മുഹമ്മദ് വിവരങ്ങൾ നൽകുകയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് എറണാകുളത്തേക്ക് പോകേണ്ടതുണ്ട്. പ്രസവശേഷം ജാർഖണ്ഡ് സ്വദേശികളായ മാതാപിതാക്കൾ കൊച്ചിയിലെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച പെൺകുഞ്ഞിനെ ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോവുകയാണ്. ട്രെയിൻ എത്തിയെന്ന് മനസ്സിലാക്കുന്നു. കേരളത്തിന്റെ ഒന്നാകെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നിധി ജാർഖണ്ഡിലേക്ക് പോകുന്നത്. നിധി എന്ന പേര് പ്രേക്ഷകർക്കറിയാം. അത് ആരോഗ്യമന്ത്രി വീണ ജോർജാണ് അങ്ങനെ ഒരു പേരിട്ടത്. കുഞ്ഞിനി ജാർഖണ്ഡ് CWCയുടെ സംരക്ഷണയിലായിരിക്കും കഴിയുക. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. CWC അധികൃതരും പോലീസും ഒക്കെ അടങ്ങിയ സംഘം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിധിയുമായി പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആൻമരിയ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആൻമരിയ, കേരളത്തിൻ്റെ ഒന്നാകെ സ്നേഹം ഏറ്റുവാങ്ങി, കേരളത്തിൻ്റെ ഒന്നാകെ കരുതലേറ്റുവാങ്ങി, ലാളനെ ഏറ്റുവാങ്ങി ആ കുഞ്ഞ് തിരികെ ജാർഖണ്ഡിലേക്ക് മടങ്ങുകയാണ്. എന്താണ് കാണാൻ കഴിയുന്ന കാഴ്ചകൾ? വലിയ വിഷമമുള്ള കാഴ്ചയാണ്, എങ്കിലും സന്തോഷമുള്ള കാഴ്ചയുമാണത്. ആൻമരിയ. തീർച്ചയായിട്ടും സ്മിത ആദ്യം സൂചിപ്പിച്ചിരുന്നു, ഓരോ വേർപാടുകളും അത് വേദനയുണ്ടാക്കുന്നതാണ്. പക്ഷേ ഈ വേർപാടിൽ അല്പം സന്തോഷമുണ്ട് എന്ന് സ്മിത ആദ്യം സൂചിപ്പിച്ചിരുന്നു. അത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്ന കാഴ്ച. ഓരോരുത്തരുടെ മുഖത്ത് അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങൾ കാണുന്നുണ്ട്. കാരണം അവർ ചേർത്ത് പിടിച്ച കുഞ്ഞാണ്, അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞരോ ഇത്രയും പ്രായമായിട്ടുള്ളൂ, മാസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ആ കുഞ്ഞിനെ അതുപോലെ അവർ കാത്തു സൂക്ഷിച്ചതാണ്, മരണത്തിൽ നിന്നും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ കുഞ്ഞിനെ പിരിയുന്നതിലുള്ള ആ ഒരു ചെറിയ വിഷമം അത് അവരുടെ മുഖത്തുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അവർക്ക് സന്തോഷമാണ്, മനസ്സ് നിറയെ സന്തോഷമാണ്. കാരണം പൂർണ്ണ ആരോഗ്യവതിയായിട്ടാണ് ആ നിധിയെ അവർ തിരികെ ജാർഖണ്ഡിലേക്ക് വിടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം അവരുടെ മുഖത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കോട്ടയത്തെ ഒരു ഫാമിൽ അവർ ജോലി ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യുന്ന സമയത്ത് അവർ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന്. നമുക്ക് മാതാപിതാക്കളെയും പൂർണ്ണമായിട്ട് കുറ്റം പറയാനായിട്ട് സാധിക്കുകയില്ല. കാരണം അവർ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല ഇവരെ കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല. പിന്നീട് ഇവർ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചതിന് ശേഷം അവരെ തിരിച്ച് അങ്ങോട്ടേക്ക് വിടുമ്പോൾ, അല്ലെങ്കിൽ ഉപേക്ഷിച്ച് അവർ തിരികെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ കുഞ്ഞിനെ അവർ ഏറ്റെടുത്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് സർക്കാർ തന്റെ വളർത്തു മകളായി പ്രഖ്യാപിച്ചുകൊണ്ട് കേരളക്കരയെ ഒന്നാകെ ചേർത്ത് പിടിച്ച ആ നിധി പോലെ കാത്തു സൂക്ഷിച്ച കുഞ്ഞാണത്. ഇപ്പൊ ഈ അല്പസമയങ്ങളേ ഉള്ളൂ. എന്താ തോന്നുന്നത്? വിഷമമുണ്ടല്ലേ? വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. പക്ഷേ ഇത് നമ്മളുടെ കുഞ്ഞിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവൾ വളരേണ്ടത് അവളുടെ നാട്ടിലാണ്, അവളുടെ ഭാഷയിലാണ്, അവളുടെ കൾച്ചറിലാണ്. അപ്പൊ അത് തീർച്ചയായും നമ്മൾ ചെയ്തല്ലേ തീരുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ ഭാഗമാകുന്നു. ഞങ്ങളും വിഷമമുണ്ടോ? വിഷമമുണ്ട്. പക്ഷെ എല്ലാവരും ജോയിന്റ് എഫേർട്ടിലാണ്. വനിതാ ശിശുവികസനൊപ്പം പോലീസിന്റെയും ഹെൽപ്പോടുകൂടിയാണ് നമ്മൾ കൊണ്ടാക്കുന്നത്. അതിൽ സന്തോഷം. കുട്ടി അവരുടെ നാട് എത്തട്ടെ.
അതെ, വളരെ വൈകാരികമായ നിമിഷങ്ങളാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച ഒരു പക്ഷേ CWC ഓഫീസർ, ആ കുഞ്ഞുമായി നിൽക്കുന്ന CWC ഓഫീസറുടെ മുഖത്തെ ആ ചിരിയാണെന്ന് തോന്നുന്നു. സങ്കടമുണ്ട്, ആ സ്നേഹവാത്സല്യങ്ങളെല്ലാം തന്നെ ആ ചിരിയിൽ അടങ്ങിയിട്ടുമുണ്ട്. ആൻമരിയ സണ്ണിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഈ റിപ്പോർട്ടോടുകൂടി, ഈ കാഴ്ചകളോടുകൂടി മോർണിംഗ് ന്യൂസിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.